ഹായ്, എല്ലാവർക്കും കൊച്ചിക്ക വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരവും അതിൽ വിജയിച്ചതാര് എന്നും അതുപോലെ ഇന്ന് വേറെ കുറെ ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആരും മറക്കാതെ ഇതൊക്കെ ചെയ്തിരിക്കണം. എങ്കിലേ നമുക്ക് തുടർന്നുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും അതുവഴി നിങ്ങൾക്കൊക്കെയും മത്സരത്തിൽ പങ്കെടുക്കുവാനും അതുവഴി സമ്മാനങ്ങൾ നേടുവാനും കഴിയുകയുള്ളൂ. അപ്പോ ഇന്നലത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നലത്തെ ഒന്നാമത്തെ ചോദ്യമായിരുന്നു, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിച്ചപ്പോൾ, അതായത് 2024 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിച്ചപ്പോൾ 2024 സെപ്റ്റംബർ 15 നാം എന്തായിരുന്നു ആഘോഷിച്ചത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത്. അതിന്റെ ഉത്തരം തിരുവോണം എന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത്, കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മാസം അവസാനത്തെ ദിവസം, കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് മാസം അവസാനത്തെ ദിവസം അത് ഏതായിരുന്നു എന്നാണ്. അതിന്റെ ഉത്തരം വരുന്നത് ശനിയാഴ്ചയാണ്, സാറ്റർഡേ ആണ്. അപ്പോ മൂന്നാമത്തെ ചോദ്യം വരുന്നത്, ഇന്നലെ നറുക്കെടുത്തതിൽ ആർക്കായിരുന്നു സമ്മാനം ലഭിച്ചത് എന്നായിരുന്നു ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം. അപ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് ഇന്നലെ നമ്മൾ നറുക്കെടുത്തതിൽ വിജയിച്ചത് ലക്ഷ്മി ആയിരുന്നു. അപ്പോൾ ലക്ഷ്മിക്കായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ചത്. ഇനി നാലാമത്തെ ചോദ്യം വരുന്നത്, നമ്മുടെ ഈ വ്ളോഗിന്റെ, അതായത് കൊച്ചിക്ക വ്ളോഗിന്റെ ആദ്യത്തെ വീഡിയോയിലെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു എന്നാണ്. അതായത് ഫസ്റ്റ് വീഡിയോയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നാണ്. അതിന്റെ ഉത്തരം യൂട്യൂബ് സ്ഥാപിതമായ വർഷം ഏത് എന്നായിരുന്നു. നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നത്. യൂട്യൂബിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു ആദ്യത്തെ ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അഞ്ചാമത്തെ ചോദ്യം, ഒക്ടോബർ 2 പ്രത്യേകത. ഒക്ടോബർ 2 പ്രത്യേകത നമുക്ക് കലണ്ടറിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അത് ഗാന്ധി ജയന്തിയാണ്, ഒക്ടോബർ 2 പ്രത്യേകത. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നമ്മൾ എപ്പോഴും ചോദിച്ചിരുന്ന ചോദ്യത്തിൽ നിന്ന് ഇന്നും വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ കടങ്കഥകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് കടങ്കഥയുണ്ട്, ഒരു അഞ്ച് കടങ്കഥയുണ്ട്. അപ്പോ ഒന്നാമത്തെ കടങ്കഥ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചോദ്യം വരുന്നത്, ഇത്തിരി മുറ്റത്ത് 5 കാവൽക്കാർ. ഇത്തിരി മുറ്റത്ത് 5 കാവൽക്കാർ എന്നാണ്. അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, അകത്ത് തിരി തെറുത്തു പുറത്ത് മുട്ടയിട്ടു. അകത്ത് തിരി തെറുത്തു പുറത്ത് മുട്ടയിട്ടു. ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത്, അകത്ത് പോയപ്പോൾ പച്ച പുറത്ത് വന്നപ്പോൾ ചുവപ്പ്. അകത്ത് പോയപ്പോൾ പച്ച പുറത്ത് വന്നപ്പോൾ ചുവപ്പ്. ഇനി നാലാമത്തെ കടങ്കഥ വരുന്നത്, കഴുത്തുണ്ട് കാതില്ല. കഴുത്തുണ്ട് കാതില്ല, കൈയുണ്ട് കാലില്ല. കഴുത്തുണ്ട് പക്ഷെ കാതില്ല, കൈയുണ്ട് കാലില്ല. അതെന്താണ് എന്നാണ് നാലാമത്തെ ചോദ്യം വരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത്, പകലെല്ലാം മിന്നി മിന്നി. പകലെല്ലാം ഇത് മിന്നി മിന്നിയാണ്, പക്ഷെ രാത്രിയില് ഇരുട്ടറയിലാണ്. പകലെല്ലാം മിന്നി മിന്നി, രാത്രി ഇരുട്ടറയിൽ. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ 5 ചോദ്യം. ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ ചോദ്യം, ഇത്തിരി മുറ്റത്ത് 5 കാവൽക്കാർ. ഇത്തിരി മുറ്റത്ത് 5 കാവൽക്കാർ. രണ്ടാമത്തെ ചോദ്യം വരുന്നത്, അകത്ത് തിരി തെറുത്തു പുറത്ത് മുട്ടയിട്ടു. അകത്ത് തിരി തെറുത്തു പുറത്ത് മുട്ടയിട്ടു. അതാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത്, അകത്ത് പോയപ്പോൾ പച്ച പുറത്ത് വന്നപ്പോൾ ചുവപ്പ്. അകത്ത് പോയപ്പോൾ പച്ച പുറത്ത് വന്നപ്പോൾ ചുവപ്പ്. ഇനി നാലാമത്തെ ചോദ്യം വരുന്നത്, കഴുത്തുണ്ട് കാതില്ല, കൈയുണ്ട് കാലില്ല. കഴുത്തുണ്ട് പക്ഷെ കാതില്ല, കൈയുണ്ട് പക്ഷെ കാലില്ല. അഞ്ചാമത്തെ ചോദ്യം വരുന്നത്,
പകലെല്ലാം മിന്നി മിന്നി രാത്രി ഇരുട്ടറയിൽ. ഇതൊക്കെയാണ് 5 ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിന് ഉത്തരം എനിക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കമന്റ് വഴിയോ നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്യുക, അയച്ചു തരിക. അത് കഴിഞ്ഞ് ഞാൻ നാളെ ഇതിന്റെ ഉത്തരങ്ങൾ ഞാൻ വിജയികളെ നറുക്കിട്ട് തീരുമാനിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നലത്തെ ചോദ്യത്തിൽ എനിക്ക് ശരിയുത്തരം അയച്ചവരിൽ നിന്ന് ഒരു 7 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 7 പേരിൽ ആരാണ് വിജയി എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളായിരിക്കും ഇനി മുതൽ വിജയി വരുന്നത്. അപ്പോൾ ആ ഒരാള് ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരുടെയും പേരുകൾ ക്ലാസ്സിനുള്ളിൽ എഴുതിയിട്ടിട്ടുണ്ട്. 7 പേരുടെയും പേരുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് കുലുക്കിയിട്ട് എടുക്കാവുന്നതാണ്. കുലുക്കി കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിൽ നിന്ന് ഒരാളെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഒരാളെ എടുത്തിട്ടുണ്ട്. നോക്കാം. സിജാദാണ് ആ വിജയി. ഇന്നലെയും എനിക്ക് തോന്നുന്നു ഇന്നലെയും സിജാദിന് സമ്മാനം ഉണ്ടായിരുന്നു. ഇന്നും സിജാദാണ് ആ ഭാഗ്യശാലി. ഇനി നിങ്ങൾക്കൊക്കെയും സംശയം ഉണ്ടാവും, ഞാൻ നിങ്ങളുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ടോന്ന്. വേണമെങ്കിൽ വേറെയും പേരുകൾ ഇതിലുണ്ട്. അച്ചു ഉണ്ട്, അതുപോലെ ഒത്തിരി വേറെയും സീനത്ത് എന്ന് പറയുന്ന ആളുണ്ട്. അതുപോലെ എല്ലാവരുടെയും പേരുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതിലൊന്നും സംശയിക്കേണ്ടതില്ല. എല്ലാവരുടെ പേരും ഇതിലുണ്ട്. അതുപോലെ ഷാജി എന്ന് പറയുന്ന പേരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ്. അപ്പൊ ഇതെല്ലാം ഓരോരുത്തരുടെയും നമുക്ക് ഉത്തരങ്ങൾ അയച്ചു തന്ന ഓരോരുത്തരുടെയും പേരുകളാണ് ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഞാൻ ഇതില് ഒരാളുടെ പേര്, ഇപ്പൊ ഒരാളെ നറുക്കിട്ട് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാളുടെ പേരാണോ, അല്ലെങ്കിൽ 2 പേരെ നറുക്കിട്ട് എടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്, പിന്നെ 2 പേരുടെ പേരെ ഞാൻ എഴുതി, എല്ലാത്തിലും അങ്ങനെയാണോ ചെയ്തേക്കുന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയങ്ങൾ വരാം. അപ്പൊ ആ സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി നാളെ ഇതിന്റെ കുറച്ച് വേറെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെയും ബൈ.